ഹലോ വെൽക്കം ബാക്ക്. എന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മീൻ മുളകിട്ടതാണ്. അയില മീൻ വെച്ചാണ് കേട്ടോ മുളകിടുന്നത്. അപ്പം നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് മുളക് പൊടിയാണ് എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ്. പിന്നെ ഇതാ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതാണ് ഞാൻ ഇത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ടൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടിയിൽ കിടന്ന ഈ തക്കാളി നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണ്ടത് വഴറ്റിയെടുക്കാൻ, അതല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ നല്ലവണ്ണം തക്കാളിയൊക്കെ ഒന്ന് വാടി എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു 4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരല്പം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം തിളച്ചൊന്ന് വറ്റി തുടങ്ങിയാൽ ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഈ അയില മീനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതിലോട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട്. ഈ കറി നല്ലവണ്ണം ഒന്ന് തിളച്ച് വറ്റി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എന്നിട്ട് ആ ചൂടിലൊന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. മൺചട്ടി ആയത് കാരണം കുറേ സമയം അതിൻ്റെ ചൂട് നിൽക്കും. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനിത് അടച്ചു വെക്കുന്നത്. റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.